കാസർഗോഡ് മൂന്നാം കടവ് കുവാരയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. സരീഷ് ചേരുന്നു കാസർഗോഡ് നിന്ന്. സരീഷ, ഈ ഉരുൾപൊട്ടലിൽ കൃഷിനാശം വ്യാപകമാണ്. ആൾനാശമുണ്ടോ? സുരക്ഷിതരാണോ? ഈ പ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചോ? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് പെരിയ കുവാരയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യം മണ്ണിടിച്ചിലാണ് എന്നാണ് കരുതിയത്. പക്ഷെ പിന്നീടാണ് വനത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന സ്ഥിരീകരണം ഉണ്ടായത്. നിലവിൽ ആശ്വാസകരമാവുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപായമില്ല എന്നുള്ളതാണ്. ഒരു കൃഷിയിടത്തിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ മുകളിൽ നിന്നും, അതായത് കൃഷിയിടങ്ങളുടെ മുകളിൽ നിന്നും കാടിന്റെ മേഖലയിൽ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായി മണ്ണും വെള്ളവും ചേർന്ന് ഈ കൃഷിസ്ഥലത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാഴയും ഒപ്പം തന്നെ കവുങ്ങും കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഈ മണ്ണിടിച്ചൽ ഉണ്ടായിരിക്കുന്നത്. മേഖലയിലുണ്ടായിരുന്ന 3 കിണറുകളും ഒപ്പം തന്നെ 2 കുളങ്ങളും മൂടിയ സാഹചര്യമുണ്ട്. പ്രദേശത്തിൽ അല്ലെങ്കിൽ ഈ കൃഷിയിടത്തോട് ചേർന്ന് 3 വീടുകളുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള കേടുപാടുകളും ഈ വീടുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒപ്പം തന്നെ ആളപായവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ആദ്യം ഈ മണ്ണിടിച്ചിലാണോ ഉരുൾപൊട്ടലാണോ എന്നൊരു സംശയം ഉണ്ടായതാണ്. ഇത് പുലർച്ചെ സംഭവിച്ചിട്ട് പോലും ഇത്രത്തോളം സമയം കഴിഞ്ഞ് ഈ സംഭവം പുറം ലോകം അറിയാൻ കാരണം. എന്തായാലും ആളപായമോ അല്ലെങ്കിൽ മറ്റ് അപകടമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ കൂടി സമാനമായ സാഹചര്യത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധിച്ചിരുന്നു. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല. ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരം. ശരി സരീഷ്, ഇത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യവും. നിലവിലുള്ള ആളുകളെല്ലാം സുരക്ഷിതരാണ്. ഈ തുടർ ഉരുൾപൊട്ടലിനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ള ഒരു വിലയിരുത്തലും ആശ്വാസകരമായ കാര്യം. കാസർഗോഡ് മൂന്നാം കടവ് കുവാരയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇന്ന് രാവിലെ ഈ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയും അവിടെ വലിയ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ കാസർഗോഡ് നമ്മൾ ഈ മറ്റ് ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാസർഗോഡ് കാര്യങ്ങൾ കുറച്ചുകൂടി നിയന്ത്രണ വിധേയമാണ്, ശാന്തമാണ്. മഴയുണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ആളുകളെ ബാധിക്കാത്ത തരത്തിലുള്ള മഴയാണ് കാസർഗോഡ് ഉള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഒരു ആശങ്കയായി ഒരു ഉരുൾപൊട്ടലിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ സരീഷാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.